പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ത്രിഗ്രഹ യോഗം. ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനും ശനിയും ഒരുമിച്ച് വന്നാൽ ആ രാശിയുടെ ഫലമാകും. ഇവിടെ കേന്ദ്രഗ്രഹങ്ങൾ ഞാൻ സൂചിപ്പിച്ചു: ചന്ദ്രൻ, ശുക്രൻ, ശനി. അതിനാൽ ആദ്യം നമുക്ക് ശ്ലോകം മനസ്സിലാക്കാം. ലിപികര പുസ്തക വാചക പുരോധസാം ഭവതി ജന്മസുഹൃദൈശ്ച ദൈവവിദാം പുരുഷാണാം ശശി ഭാർഗവ സൗരി സംയോഗേ. ശശി ചന്ദ്രൻ, ഭാർഗവൻ ശുക്രൻ, സൗരി സൂര്യസ്യ അപത്യം പുമാൻ സൗരി ശനി, ഇവരുടെ സംയോഗേ യോഗത്താൽ ഉണ്ടാകുന്ന വ്യക്തി എപ്രകാരമുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. ജന്മസുഹൃദേഹി, തൻ്റെ ജന്മസുഹൃതം കൊണ്ട് ആ വ്യക്തി ആരാകുന്നു? ലിപികരനാകുന്നു. ലിപിം കരോതി ഇതി ലിപികരഃ. അയാൾ അക്ഷരങ്ങളെ പ്രണയിക്കുന്നു. നല്ല അക്ഷരജ്ഞാനമുള്ള വ്യക്തിയായി അക്ഷരങ്ങളെ സ്നേഹിച്ച് നന്നായി അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം പ്രാവീണ്യം നേടുന്നു. ഇവിടെ ലിപികരഃ എന്ന് പറയുമ്പോൾ പലപ്പോഴും പ്രിൻറ്റിംഗ് മേഖലകളിൽ, ഇന്നത്തെ ഗ്രാഫിക് ഡിസൈനുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹം നിഷ്ണാതനാകുന്നു. അക്ഷരം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാകുന്നു. അത് ടീച്ചിങ് ആകാം, അല്ലെങ്കിൽ വലിയ എഴുത്തുകാരനാകാം. കാരണം അത് കഴിഞ്ഞാൽ അടുത്ത ശ്ലോകത്തിൻ്റെ ലിപികരഃ എന്ന് കഴിഞ്ഞാൽ അടുത്ത വാക്കുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്ക് എന്താകുന്നു? പുസ്തകവാചക വിഷയത്തിലും അദ്ദേഹം ഗ്രന്ഥാലയവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലെല്ലാം തന്നെ അപ്രകാരം വാചകവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും വാചേതി ഇതി വാചക, വാഗ്മിയാകുന്നു. അതിനാൽ എഴുത്ത്, വായന, പുസ്തകങ്ങൾ, പിന്നീട് വാഗ്മിത്വം, ഇതൊക്കെ കൂടെയുള്ളൊരു വലിയ മനുഷ്യനായി മാറുന്നു. ഒരു വലിയ നല്ല യോഗമാകുന്നു ഈ ഒരു യോഗം, സുയോഗമാകുന്നു. അതിന് പുറമെ അദ്ദേഹം ആരാകുന്നു? അദ്ദേഹം പുരോധസാം. പുരോധസ് എന്നാൽ പുരോഹിതനാണെന്നർത്ഥം. അദ്ദേഹം നല്ല പുരോഹിതനാകുന്നു. പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ സമാജത്തിൽ അദ്ദേഹം നല്ല വാക്കുകളിലൂടെ സദസ്സിനെ ആകർഷിക്കുവാനും നല്ല എഴുത്തുകാരനും ഒക്കെ ആകാൻ ആ വ്യക്തിക്ക് കഴിയും. നല്ലൊരു യോഗമാണ് ചന്ദ്രൻ്റെയും ശനിയുടെയും ശുക്രൻ്റെയും ഈ ഒരു യോഗമെന്ന് നിങ്ങൾ അറിയുക. പിന്നീട് ആ വ്യക്തി ദൈവവിദാം പുരുഷാണം സഹ ദൈവവിദ് പുരുഷഃ ഭവതി. അദ്ദേഹം ഭാഗ്യത്തെ അറിയുന്ന വ്യക്തിയാകുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തിൽ എന്നെപ്പോലുള്ള ജ്യോതിഷിയാകുന്നു. ജ്യോതിഷ വിഷയത്തിൽ വളരെയധികം പരിജ്ഞാനം ലഭിച്ചിട്ട് അദ്ദേഹം നല്ലൊരു ജ്യോതിഷിയുമാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ നല്ലൊരു യോഗമാണ് ചന്ദ്രനും ശുക്രനും ശനിയും തമ്മിലുള്ള യോഗം. ജന്മസുഹൃതമാണ്, പൂർവ്വജന്മസുഹൃതം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് പ്രത്യേകം ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. നന്ദി, നമസ്തേ.